തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇന്ന് ഒരു മോഹിനിയാട്ടം പ്രോഗ്രാമുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയിലാണ് പ്രോഗ്രാം. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും സാധനങ്ങളും, അതായത് ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇതിപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഉച്ച സമയം 12 മണിയായി കാണും. ഇപ്പോൾ അതാ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്ത് ഉള്ളിൽ കയറായി. ഇവിടെ നിന്നാണ് കേരള സംഗീത അക്കാദമിയുടെ എൻട്രി. ഈ നേരെ തന്നെ ചെന്നെത്തുന്നത് ഓഡിറ്റോറിയത്തിലേക്കാണ്. ഓഡിറ്റോറിയത്തിൽ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സൗണ്ട്, ലൈറ്റ് അതെല്ലാതും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ അതുവഴി ഒന്നിറങ്ങാമെന്ന് വിചാരിച്ചു. നേരെ ഞങ്ങൾ ഗ്രീൻ റൂമിലേക്കാണ് പോകുന്നത്. സ്വാതി തിരുനാളിൻ്റെ 211ാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് സ്വാതി തിരുനാളിൻ്റെ തന്നെ കൃതികളിലെ അവതരണമാണെന്ന് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അശ്വതി ശങ്കർലാൽ ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. നേരെ ഞങ്ങൾ ഗ്രീൻ റൂമിൻ്റെ അവിടെ എത്തി. എല്ലാ സാധനങ്ങളും കൊണ്ട് ഗ്രീൻ റൂമിലേക്ക് കയറായി. എല്ലാ സാധനങ്ങളും അവിടെ വെച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും സ്പോട്ട് ചെയ്യാൻ പോയി. അതായത് സ്റ്റേജിൻ്റെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ജസ്റ്റ് എവിടേക്കാണ് നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പൊസിഷൻസ് റെഡി ആവില്ല ഞങ്ങൾ നിൽക്കുമ്പോൾ. പക്ഷേ കഴിഞ്ഞാൽ വലിയൊരു സ്റ്റേജല്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് കിട്ടുന്നതും സ്റ്റേജിൻ്റെ ആ ഒരു ഭംഗിക്കനുസരിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് എല്ലാ ഐറ്റംസും ഒന്ന് റിവൈൻഡ് ചെയ്തു. അപ്പോൾ പൊസിഷൻസൊക്കെ ഒന്ന് ക്ലിയർ ആക്കി. അതിനുള്ളൊരു ടൈമായിരുന്നു. അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ഐറ്റംസും ഓർക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനും കാര്യത്തിനൊക്കെ പോയി ഇറങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ ഒരു 2 മണി 2:30 ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സംഗീത നാടക അക്കാദമിയുടെ അവിടെ തന്നെയുള്ളൊരു കഫേ അക്കാദമി ഉണ്ട്. അപ്പം അവിടേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് ഞങ്ങളെല്ലാവരും കൂടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഹെവി ആവാനൊന്നും പാടില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ഊണും ഒരു മീൻ വറുത്തതും മുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ ഞങ്ങൾ മേക്കപ്പ് ഒരു 3 മണി ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു. പ്രിൻസേട്ടനായിരുന്നു മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. ടീച്ചറും പിന്നെ ഞങ്ങളും കൂടെ 5 പേരാണ് ഈ പ്രോഗ്രാം ചെയ്യാനുണ്ടായിരുന്നത്. ഒരു 3 മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ കഴിഞ്ഞപ്പോൾ ഒരു 6 മണി 6 മണിക്ക് മുമ്പ് തന്നെ കഴിഞ്ഞു കേട്ടോ എല്ലാവരുടെ മേക്കപ്പും. ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒലിക്കുകയായിരുന്നു. നമ്മൾ ഏപ്രിൽ 3-ാം തീയതി തൊട്ട് ടീച്ചറുടെ വീട്ടിൽ തന്നെയായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5 ഇനങ്ങൾ നമ്മൾ അപ്പം തന്നെ പഠിച്ച് ചെയ്യുന്നത്. പുതിയതായിട്ട് ടീച്ചറും ഹസ്ബൻഡും കൂടെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഐറ്റങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നന്നായി പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ നല്ല ടെൻഷനിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഐറ്റംസ് തെറ്റാണ്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല ടെൻഷനാണ്. നമുക്ക് എത്ര സ്റ്റേജ് കയറിയെന്ന് പറഞ്ഞാലും ഇനിയുള്ളൊരു സ്റ്റേജ് നമുക്ക് ടെൻഷനാണ്. അതുകൊണ്ട് മേക്കപ്പൊക്കെ ചെയ്തിരിക്കുക. പുതിയൊരു സ്റ്റൈല് കമ്മലാട്ടോ. മീൻസ് അങ്ങനെ ട്രൈ ചെയ്യാറില്ല അധികം. എല്ലാവരും മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കണ ആ ഒരു വെള്ള കളറിലുള്ള ആ ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു ഇപ്രാവശ്യം. വേറെ അങ്ങനെ അലങ്കാരങ്ങളോ അല്ലെങ്കിൽ ഡിസൈനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് അതേ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാനെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മോഹിനിയാട്ടത്തിൻ്റെ അതേ കച്ചേരി സമ്പ്രദായം തന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ്. അതായത് കച്ചേരിയിൽ യാതൊരു പ്രൊഡക്ഷൻസും ഇല്ലാതെ കറക്റ്റ് കച്ചേരി ട്രഡീഷണൽ മാർഗം തന്നെയായിരുന്നു ഇന്നത്തെ നൃത്യ സാധനയിലൂടെ നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 6 മണി 6:30 ആകുമ്പോൾ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു.
പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫുഡ് അടിയും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 10:30 10:45 സമയമായി. അത് കഴിഞ്ഞ് മേക്കപ്പ് ഞാൻ വീട്ടിൽ വന്നിട്ടാ അഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്നൊരു സമാധാനമായിട്ട് അഴിക്കാൻ പറ്റും. അടുക്കളയിൽ നിന്ന് എണ്ണ എടുത്തിട്ട് വന്നു, മുഖത്ത് തേച്ചു. പിന്നെയാണ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ പാരച്യൂട്ട് എണ്ണ കണ്ടത്. അപ്പോൾ ഇനി വേഗം അതെടുത്തങ്ങ് മുഖത്ത് തേച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് കഴുകുകയല്ല ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് എല്ലാതും വേഗം പോരും. പിന്നെ നമ്മൾ വേഗം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പിന്നെ വേഗം അത് നമ്മുടെ മുഖത്തുനിന്ന് പോയി. പിന്നെ അത് ജസ്റ്റ് കഴുകിയാൽ മാത്രം മതിയോ. അതേപോലെ ടിഷ്യൂ പേപ്പറും എൻ്റെ ബാഗിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അതങ്ങനെ എടുത്ത് ജസ്റ്റ് മുഖം ജസ്റ്റ് വൈപ്പ് ചെയ്ത് പിന്നെ ഒരു വൈപ്പും കൂടി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏകദേശം മുഖത്തെല്ലാം പോയിട്ടുണ്ടാവും. കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ ഇതാ അടുത്ത എൻ്റെ ഡ്രസ്സിലായി. ഇനി അത് പോവുകയില്ല. അടുത്ത പരമാവധി ഡ്രസ്സ് ഒന്നും പോവില്ല. അങ്ങനത്തെ അത് പിന്നെ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിൽ ഇപ്രാവശ്യം നമ്മൾ കയ്യിലിട്ടാൾത്തേര്. അപ്പോൾ അത് നന്നായിട്ട് കറ പിടിച്ച അവിടെ ഇരുന്ന് നല്ല ടോപ്പായിരുന്നു പച്ച ടോപ്പ്. അപ്പം തന്നെ പോയി കുളിച്ചു. കൈമൽ താഴത്ത് പോയില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കട്ടിക്കിരുന്ന് ഇട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു സെറാണ്, ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറാണ്. അത് വലിയ കാര്യത്തിൽ മുഖത്തിൽ തേക്കാൻ സെറം കയ്യിലെടുത്തില്ല കേട്ടോ, ആളത്തെ ആവണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നല്ലേ മനസ്സിലായത് ആ കൈ കൊണ്ട് തന്നെ മുഖത്ത് തേക്കേണ്ടതെന്ന്. അപ്പോൾ അത് ഒക്കെ തേച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ സെറം എടുത്ത് അങ്ങനെ അപ്ലൈ ചെയ്തു. മുടിയൊക്കെ ആകെ ചട പിടിച്ചിരിക്കുകയെന്നില്ലേ മുടി. ഇപ്പോൾ ആകെ മുടിയൊക്കെ കഴുകി അങ്ങനെ അടിപൊളിയായി. ഇനി കിടന്നുറങ്ങാൻ പോയി.